ഇത്രയും വേഗം എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇരുണ്ട ഭൂമിയിൽ പോയില്ല തോബിയാസ്, ഇമ്മാനുവൽ പറഞ്ഞു. പോയില്ലെന്നോ? നന്നായി. ദൈവം കാത്തു. ദൈവമല്ല, അവൾ കാത്തു. എസ്തേർ. ഇമ്മാനുവൽ ചിരിച്ചു. എസ്തേർ അതാരാണ്? ഒരു രാജകുമാരി. മിന്നുന്ന നക്ഷത്ര കണ്ണുകളുള്ള ഒരു രാജകുമാരി. ഇമ്മാനുവൽ ബെഡിലേക്ക് മലർന്നു കിടന്നു. അഭയോട് പറയട്ടെ? തോബിയാസ് ചോദിച്ചു. ഇല്ല, സമയമായിട്ടില്ല. അവൻ ചിരിച്ചു. കാത്തി. എസ്തറിന്റെ ശബ്ദം കേട്ടപ്പോൾ കാത്തി ചെന്ന് ബാൽക്കണിയുടെ വാതിൽ തുറന്നു. എന്റെ ദൈവമേ, എന്റെ ശ്വാസം നേരെ വീണു. ഞാനിവിടെ ഉരുകിയില്ലാതെയായി എസ്തേർ. പക്ഷെ കാത്തി പറയുന്നതൊന്നും എസ്തേറിന്റെ ചെവിയിൽ വീഴുന്നുണ്ടായിരുന്നില്ല. എസ്തേർ, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? കാത്തി, ഞാനൊരാളെ കണ്ടു. ആരെ? ഇമ്മാനുവൽ. അതാരാ? അറിയില്ല. പക്ഷേ കാത്തി ചോദിച്ചു. എസ്തേർ താൻ പ്രാർത്ഥിച്ചതെല്ലാം കാത്തിയോട് പറഞ്ഞു. അങ്ങനെ നടക്കുമോ? എസ്തേർ കാത്തിയെ നോക്കി. നടന്നാലോ? കാത്തി ചോദിച്ചു. എനിക്കറിയില്ല. അവൾ ബെഡിൽ കിടന്നു. നാളെ നീ പോവോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. എസ്തേർ ബെഡിൽ തിരിഞ്ഞു കിടന്നു. കാത്തി ഉറങ്ങിയിട്ടും എസ്തേറിന് ഉറക്കം വന്നില്ല. കണ്ണുകൾ അടച്ചാൽ ഇമ്മാനുവലിന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇമ്മാനുവലിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഇമ്മാനുവൽ ബെഡിൽ ചാരിയിരുന്നു. നാളെ അവൾ വരുമോ? ഇമ്മാനുവൽ എഴുന്നേറ്റ് അവിടേക്കും ഇവിടേക്കും നടന്നു. പിറ്റേന്നായതും ഇമ്മാനുവൽ പെട്ടെന്ന് കണ്ണു തുറന്നു. തന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇമ്മാനുവൽ ഹെബ്രോൻ കുന്നിന്റെ താഴ്വാരത്ത് തന്റെ കാറ് നിർത്തിയിറങ്ങി. ഹെബ്രോൻ കുന്നിന്റെ മുകളിൽ പോയി നിന്നു. മണിക്കൂറുകൾ പോയി തുടങ്ങി. ഇമ്മാനുവൽ കോട്ടിനകത്ത് നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചു. തന്റെ ബുക്കെടുത്ത് വായിച്ചു. ഇടയ്ക്ക് വഴിയിലേക്ക് നോക്കി. നാലഞ്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇമ്മാനുവലിന് ഒരു മുഷിച്ചിലും തോന്നിയില്ല. അടുത്ത സിഗരറ്റ് എടുത്ത് അവൻ അതും വലിച്ച് വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. ദൂരെ നിന്നാരോ കുന്നുകയറി വരുന്നതവൻ കണ്ടു. എസ്തേർ, അവന്റെ മനസ്സ് പറഞ്ഞു. അവളുടെ കയ്യിൽ പിടിയുള്ള ഒരു കുഞ്ഞു കൊട്ടയുണ്ടായിരുന്നു. ഇമ്മാനുവലിനെ കണ്ടപ്പോൾ അവൾ ഒന്ന് നോക്കിയെങ്കിലും ശ്രദ്ധിക്കാതെ കുന്നുകയറി. ഇമ്മാനുവൽ ബുക്ക് കോട്ടിനുള്ളിൽ തന്നെ വെച്ചു. വരില്ലെന്ന് പറഞ്ഞിട്ട്? ഞാൻ താങ്കളെ കാണാൻ വന്നതല്ല. ഞാനെന്തിന് താങ്കളെ കാണാൻ വരണം? എനിക്ക് താങ്കളുടെ പേര് പോലും ഓർമ്മയില്ല. ഞാൻ സാവതയ്ക്ക് കുറച്ച് മരുന്നിലകൾ പറിക്കാൻ വന്നതാണ്. ഒരു മരവും ചെടിയില്ലാത്ത ഈ കുന്നിലോ? ഇമ്മാനുവൽ ചോദിച്ചു. അത് കേട്ടപ്പോൾ അവൾ ചുറ്റും നോക്കി. ശരിയാണല്ലോ. അവൾ ചുറ്റും നോക്കി. ഇവിടുന്നല്ല, അടിവാരത്ത് നിന്ന്. അവൾ താഴേക്കിറങ്ങി. എസ്തേർ, അവൻ പിന്നിൽ നിന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ഞാനും വരട്ടെ? എസ്തേർ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഇമ്മാനുവൽ അവൾക്ക് പിന്നാലെ ചെന്നു. എസ്തേർ ഓരോ മരത്തിനു ചുറ്റും നടന്ന് ഇലകൾ നോക്കുന്നത് ഒരു മരം ചാരി നിന്ന് ഇമ്മാനുവൽ നോക്കി. ഇടയ്ക്കിടയ്ക്ക് അവൾ ഇമ്മാനുവലിനെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കി നിന്നു. ഇതൊരുപാട് ഉയരത്തിലാണല്ലോ. അവൾ കൊട്ട താഴെ വെച്ച് മുകളിലേക്ക് ചാടി. കിട്ടാതെ ആയപ്പോൾ അവൾ നേരെ നിന്നു. ഇമ്മാനുവൽ വന്ന് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊട്ടിച്ച് അവൾക്ക് കൊടുത്തു. അവൾ ഒന്നും മടിച്ചെങ്കിലും അത് വാങ്ങി കൊട്ടയിൽ വെച്ചു. എസ്തേറിനെ മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനും താങ്കളെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ, അവൾ പറഞ്ഞു. എസ്തേർ, താൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. പഠിപ്പ്? ഇമ്മാനുവൽ അവളെ നോക്കി. എനിക്കെൻ്റെ ഭാഷ പറയാനും എഴുതാനും വായിക്കാനും അറിയാം. അതിനേക്കാൾ വലിയ പഠിപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിനപ്പുറമുള്ള ലോകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും പോകാൻ എനിക്കാകുമെന്ന് തോന്നുന്നില്ല. പിന്നെന്തിന് ഞാൻ വേറെ പഠിപ്പെല്ലാം പഠിക്കണം? അതെന്താ പോകാനാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞത്? എൻ്റെ അപ്പ സമ്മതിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് പോകാൻ. എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. എന്തിനാ സമ്മതം? എസ്തേറിന് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോകാം. ആരാ തടയുക? താങ്കൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എസ്തേർ പറഞ്ഞതിന് മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇമ്മാനുവൽ ചിരിച്ചു. ഞാൻ പോവുകയാണ് ഇമ്മാനുവൽ. അവൾ അവിടെ നിന്ന് നടന്നു. എൻ്റെ പേര് മറന്നില്ലല്ലേ? അവൻ ചോദിച്ചു. ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട്? അവൾ ഇമ്മാനുവലിനെ തിരിഞ്ഞു നോക്കി.
ആ പേര് ഞാൻ എങ്ങനെ മറക്കും? അതെന്റെ ഹൃദയത്തിൽ ഞാൻ കോറിയിട്ടിരിക്കുന്നു ഇമ്മാനുവൽ. അവൾ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. നാളെ വരുമോ ഇവിടെ? അവൻ ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. ഞാൻ നേരത്തെ വരും. ഇന്നും നേരത്തെ വന്നു. എസ്തർ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നാളെയും എസ്തർ വരുമെന്ന് എനിക്കറിയാം. അത് കേട്ടപ്പോൾ അവൾ അവനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. മൗനം വല്ലാതെ കൊല്ലുന്നു എസ്തർ. വരണം. ഞാനിവിടെ ഉണ്ടാകും. കാത്തിരിക്കും. തന്നെ കാണാതെ പോകില്ല. അരുത് ഇമ്മാനുവൽ, ഞാൻ വരില്ല. വരും. ഇമ്മാനുവൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എസ്തർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഓടിപ്പോയി. രാജകുമാരിയോട് പറഞ്ഞോ മേലേക്ക്? രാത്രി ബാൽക്കണിയിൽ നിന്ന് ഹെബ്രോൻ കുന്നിലേക്ക് നോക്കി നിൽക്കുന്ന ഇമ്മാനുവലിനോട് തോബിയാസ് ചോദിച്ചു. ഇല്ല തോബിയാസ്, അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പറയാൻ വന്നതെന്തോ അത് പറയാതെ വേറെന്തൊക്കെയോ ഞാൻ പറയുന്നു. ഇതുവരെ ഞാൻ അറിയാത്ത എന്തോ ഒന്ന് എന്നെ വല്ലാതെ ഭരിക്കുന്നു തോബിയാസ്. അതാണ് മേലേക്ക് പ്രണയം. അറിയില്ല തോബിയാസ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എസ്തർ എന്നെ കീഴടക്കി കളഞ്ഞു. ഇപ്പോൾ എൻ്റെ മനസ്സ് ഏത് നേരവും എസ്തർ എന്ന പേര് മാത്രമേ എന്നോട് പറയുന്നുള്ളൂ. ഇത് പ്രണയമാണെങ്കിൽ അതെ, എനിക്ക് എസ്തറിനോട് പ്രണയം തന്നെയാണ്. അവളെ എനിക്ക് വേണം തോബിയാസ്. അതിനെന്താ മേലേക്ക്? ഏതൻ കുടുംബത്തിലെ വിശുദ്ധ ഏതന്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടികളുണ്ടോ? ഈ കുടുംബത്തോട് ബന്ധം ചേരാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? വേണ്ട തോബിയാസ്. എന്റെ പണമോ ഏതന്റെ ഭാര്യയായാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളോ ആഗ്രഹിച്ചാകരുത് എസ്തർ എന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ടത്. അവൾ ഇമ്മാനുവലിനെ സ്നേഹിക്കണം, ഏതനെയല്ല. എന്നെ മനസ്സിലാക്കണം. എനിക്ക് അങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത്. എസ്തറിനോട് ഞാൻ ആരാണെന്ന് പറയും, ഇപ്പോഴല്ല. അവൾ എന്റേതായതിനു ശേഷം, അപ്പോൾ മാത്രം. അതിനു മുൻപ് ഞാൻ ആരാണെന്ന് അവൾ അറിയരുത്. കേട്ടല്ലോ തോബിയാസ്? കേട്ടോ മേലേക്ക്? പറയൂ എസ്തർ, ഇന്നെന്തുണ്ടായി? കാത്തി ആകാംക്ഷയോട് ചോദിച്ചു. അയാൾ വന്നുവോ? വന്നു കാത്തി. ഞാൻ ചെല്ലുമ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു. എന്തെല്ലാമോ പറഞ്ഞു. നാളെ വരണം, എന്നെ കാത്തിരിക്കും, കാണാതെ പോകില്ലെന്നും പറഞ്ഞു. എസ്തർ, നീ നാളെ പോകുന്നുണ്ടോ? പോകണം. എനിക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാനാകുന്നില്ല കാത്തി. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. നീ അയാളെ പ്രണയിക്കുന്നു, കാത്തി പറഞ്ഞു. അറിയില്ല, പക്ഷേ എനിക്ക് ഏത് നേരവും അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ഉറങ്ങാൻ കഴിയുന്നില്ല. പ്രാർത്ഥന വേഗം നാളെയാക്കണമെന്ന. എനിക്ക് അദ്ദേഹത്തെ കാണണം. എസ്തർ, എല്ലാം ശരി, പക്ഷേ അയാൾ എങ്ങനെയുള്ള ആളാണെന്നറിയാതെ. അദ്ദേഹം നല്ലവനാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കാത്തി. അദ്ദേഹം എന്നെ കാണുമ്പോൾ എല്ലാം ഞാൻ തനിച്ചായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു പരിധിക്കപ്പുറം എൻ്റെ അടുത്തേക്ക് വന്നില്ല. എസ്തർ, നീ ഇരുണ്ട ഭൂമിയിലെ പെൺകുട്ടിയാണെന്ന് അയാൾക്കറിയാമോ? ഇല്ല. അത് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഇമ്മാനുവൽ എന്നെ നോക്കുന്ന നോട്ടത്തിലെല്ലാം ഞാൻ കാണുന്നത് സ്നേഹമാണ്. വെറുപ്പ് കാണാൻ എനിക്കാവില്ല. അദ്ദേഹം എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ കാത്തി. അവിടെ എനിക്ക് വെറുപ്പിൻ്റെ വാക്കുകൾ കേൾക്കാനാകില്ല. നീ എൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കി കാത്തി. ഞാൻ നാളെ പോകുന്നില്ല. ഇമ്മാനുവലിനെ കാണുന്നില്ല. അസ്വസ്ഥമായ മനസ്സോടെ എസ്തർ ഉറങ്ങാൻ കിടന്നു. ഇമ്മാനുവൽ വേഗം എഴുന്നേറ്റ് തന്റെ പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞ് അലമാരയിൽ നിന്നും ഒരു ചെറിയ ചെപ്പെടുത്ത് എസ്തറിനെ കാണാൻ പോകാനായി തയ്യാറായി. ഇന്നെങ്കിലും രാജകുമാരിയോട് പറയുമോ മേലേക്ക്? തോബിയാസ് ചോദിച്ചു. അതിന് മറുപടിയായി ഇമ്മാനുവൽ ചിരിച്ചു. റൂമിൽ നിന്നിറങ്ങി ഇമ്മാനുവൽ കോണിപ്പടികളിറങ്ങി. ഇമ്മാനുവൽ! വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അപ്പാ? ഇമ്മാനുവൽ, നമ്മൾ ഇപ്പോൾ തന്നെ സിനഗോഗ് വരെ പോകണം. സിനഗോഗിലേക്കോ? ഇപ്പോഴോ? യെസ്, ഇമ്മാനുവലിന്റെ അബ്ബ പറഞ്ഞു. പൗരമുഖ്യന്മാരെല്ലാവരും വരും. നീയും വേണം. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അബ്ബാ, ഞാൻ വരണമെന്ന് നിർബന്ധമാണോ? എനിക്ക് അത്യാവശ്യമായ ഒരാളെ കാണാൻ. അത് പിന്നേക്ക് മാറ്റിവെക്കും ഇമ്മാനുവൽ. ഇത് അത്യാവശ്യമാണ്. സിനഗോഗിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അവിടെ പോയി ചർച്ച കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴേക്കും ഒരുപാട് നേരമാകും. എസ്തർ ഇന്ന് വന്നാൽ എന്തു ചെയ്യും? കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ അവൾ വന്നില്ലെങ്കിലോ? ഇമ്മാനുവൽ, നീ എന്താണ് ആലോചിക്കുന്നത്? വരൂ, പോകാം. തോബിയാസ്! മേലേക്ക്! തോബിയാസ് അവിടേക്ക് വന്നു. സിനഗോഗ് പോകണം. ശരി മേലേക്ക്. തോബിയാസ് പുറത്തേക്ക് നടന്നു.
തോബിയാസ്, ഇമ്മാനുവൽ അവനെ വിളിച്ചു. ഞാൻ കാർ ഡ്രൈവ് ചെയ്തോളാം. അവൻ തോബിയാസിന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി. താൻ കാറിലുള്ളതുകൊണ്ട് തോബിയാസ് മെല്ലെ കാർ ഓടിക്കുകയുള്ളൂ എന്ന് ഇമ്മാനുവലിനറിയാം. ഇമ്മാനുവലിന്റെ അബ്ബ തയ്യാറാകാൻ പോയപ്പോൾ തോബിയാസ് ഇമ്മാനുവലിനെ നോക്കി. ഞാൻ ഓടിച്ചോളാം മേലേക്ക് കാറ്. അതിനേക്കാൾ നല്ലത് ഞാൻ ഒരു ഉച്ചിന്റെ പുറത്ത് കയറി പോകുന്നതാണ്. രാജകുമാരിയെ കാണാൻ പോകുന്നതിനാണ് ഈ തിടക്കമെന്ന് എനിക്ക് മനസ്സിലായി മേലേക്ക്. സിനഗോഗിൽ പോയി ചർച്ച കഴിഞ്ഞ് തിരികെ വന്ന് കാണാൻ പറ്റിയത് തന്നെ. അപ്പോഴേക്കും ഇമ്മാനുവലിന്റെ അബ്ബ തയ്യാറായി വന്നു. എന്നത്തെക്കാളും വേഗതയിലായിരുന്നു ഇമ്മാനുവൽ കാർ ഓടിച്ചത്. ഇമ്മാനുവൽ, എന്തിനാണ് ഇത്രയും വേഗതയിൽ പോകുന്നത്? അബ്ബ ചോദിച്ചു. അങ്ങനെ അബ്ബ ചോദിക്കുമ്പോൾ മാത്രം ഇമ്മാനുവൽ വേഗത കുറയ്ക്കും. കുറച്ചു കഴിഞ്ഞാൽ വേഗതയിൽ പോവുകയും ചെയ്യും. സിനഗോഗിലെത്തി. ഇമ്മാനുവലിനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവർ മീറ്റിംഗ് റൂമിലേക്ക് പോയി. എസ്തേർ, കാത്തി ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന എസ്തേറിനെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നീ ഇന്ന് അയാളെ കാണാൻ പോകുന്നില്ലേ? ഇല്ല, എസ്തേർ പറഞ്ഞു. അപ്പോ അയാൾ നീ വരാതെ പോകില്ലെന്ന് പറഞ്ഞതോ? എനിക്ക് അറിയില്ല. ഞാൻ ഇന്ന് പോകുന്നില്ല കാത്തി. നിന്റെ ഇഷ്ടം. കാത്തി അവിടുന്ന് പോയി. എസ്തേർ വീണ്ടും പുറത്തേക്ക് ഹെബ്രോൻ കുന്നിലേക്ക് നോക്കി നിന്നു. അദ്ദേഹം വന്ന് എന്നെ കാത്തു നിൽക്കുകയായിരിക്കുമോ? അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇടയ്ക്കിടയ്ക്ക് കുന്നിന്റെ മുകളിലേക്ക് നോക്കി. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോഴും എസ്തേറിന്റെ ചിന്ത ഇമ്മാനുവലിനെ കുറിച്ചായിരുന്നു. എസ്തേർ, അവളുടെ അബ്ബ വിളിച്ചു. എന്താ അബ്ബ? എന്താണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ഭക്ഷണം കഴിക്ക എസ്തേർ. അവൾ മൂളി ഭക്ഷണം കഴിച്ചു. ചുറ്റുമുള്ളവർ പറയുന്നതൊന്നും ഇമ്മാനുവലിന്റെ ചെവിയിൽ വീണിരുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കി. എസ്തേർ വന്ന് കാണുമോ? ഞാൻ അവളെ പറ്റിച്ചുവെന്ന് തോന്നി തിരികെ പോയോ? ഇനി അവൾ വന്നില്ലെങ്കിൽ ഞാൻ എവിടെ പോയി അവളെ കാണും? തോബിയാസ് നോക്കുമ്പോൾ ഇമ്മാനുവൽ എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടു. ഇമ്മാനുവൽ, നീ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? അവന്റെ അബ്ബ ചോദിച്ചു. ഇമ്മാനുവൽ തന്റെ ശ്രദ്ധ ചർച്ചയിലേക്ക് മാറ്റി. മേലേക്ക്, തോബിയാസ് ഇമ്മാനുവലിന്റെ അടുത്ത് വന്നു. അങ്ങേക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളൂ. ഇവരെ ഞാൻ തടുത്തുകൊള്ളാം. തോബിയാസ് അവന്റെ ചെവിയിൽ പറഞ്ഞു. ഇമ്മാനുവൽ വേണ്ടെന്ന് തലയാട്ടി. ഇരുണ്ട ഭൂമിയെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ഇമ്മാനുവൽ പറഞ്ഞവസാനിപ്പിച്ചു. ഓക്കെ മേലേക്ക്, അവർ ഒരുമിച്ച് പറഞ്ഞു. ഇമ്മാനുവൽ വേഗം തന്നെ സിനഗോഗിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു. ഇമ്മാനുവൽ, ഇരുണ്ട ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് താല്പര്യം കാണിച്ചില്ല? തിരികെ വരുമ്പോൾ അവന്റെ അബ്ബ ചോദിച്ചു. അബ്ബ, എന്തു നശിപ്പിക്കാൻ എളുപ്പമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം, അല്ലാതെ അവരെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇമ്മാനുവൽ പറഞ്ഞു. നിന്റെ രക്തത്തിനായി കൊതിക്കുന്നവരാണവർ. അങ്ങനെയെങ്കിൽ അവരെ കൊന്നുകളയുന്നതും രക്തച്ചൊരിച്ചിലല്ലേ? നമ്മുടെ നിയമം പറയുന്നത് ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ദൈവസൃഷ്ടിയാണെന്നാണ്. അങ്ങനെയെങ്കിൽ അവരും ദൈവസൃഷ്ടിയാണ്. അവരെ കൊല്ലാൻ മനുഷ്യൻ എന്തധികാരം? എന്റെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി അവരെയെല്ലാം കൊല്ലുന്നത് നീതിയല്ല. അവരെ ഇല്ലാതെയാക്കേണ്ടത് നിന്റെ കടമയാണ് ഇമ്മാനുവൽ. നീ വിശുദ്ധേത്തനാണ്, ഞങ്ങളെ സംബന്ധിച്ച് ദൈവതുല്യൻ. അബ്ബാ, ദൈവം എവിടെയും യുദ്ധം വേണമെന്ന് പറയുന്നില്ല. ദൈവത്തിന്റെ വിജയത്തിനായി രക്തമൊഴുകണമെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്താൽ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? തിന്മയെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മനുഷ്യനും ദൈവവും എല്ലാം വിജയിക്കുന്നത്. ഇമ്മാനുവൽ, അവന്റെ അബ്ബ ശബ്ദമുയർത്തി. അബ്ബാ, ഞാനാണ് ഏതൻ ഫാമിലിയിലെ വിശുദ്ധൻ ഏതനെങ്കിൽ എനിക്കറിയാം എന്തു വേണമെന്ന്. ഇമ്മാനുവലിന്റെ മുഖം മാറി. ഏതൻ വീടിന് മുന്നിൽ കാർ നിർത്തി. തോബിയാസും അബ്ബയും ഇറങ്ങിയതും ഇമ്മാനുവൽ കാർ തിരിച്ചു. ഗേറ്റ് കടന്നുപോയ കാർ നോക്കി തോബിയാസ് നിന്നു. തോബിയാസ്, നിന്നെ കൂടാതെ ഇമ്മാനുവൽ ഈയിടെയായി പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നോട് വരണ്ട എന്ന് പറയുന്നു. അവൻ തല താഴ്ത്തി നിന്നു. നേരം സന്ധ്യയാകുന്നു. അദ്ദേഹം ഇപ്പോഴും എന്നെ കാത്തിരിക്കുകയാണെങ്കിൽ? എസ്തേർ ആലോചിച്ചു. എന്നെ കാണാതെ പോകില്ല എന്നല്ലേ പറഞ്ഞത്? പോകാം, എനിക്ക് കാണണം അദ്ദേഹത്തെ. അവൾ വേഗം തന്റെ കോട്ടെടുത്ത് കോണിപ്പടികൾ ഇറങ്ങി. എസ്തേർ, ഹാളിലിരിക്കുന്ന അവളുടെ അബ്ബ അവളെ വിളിച്ചു. അബ്ബാ, എവിടേക്ക് പോകുന്നു? അബ്ബാ, ഞാൻ സാവധാനയ്ക്ക് മരുന്നുകൾ പറിക്കാൻ പോവുകയാ. വേണ്ട, വന്നെന്റെ അടുത്തിരുന്ന് ഈ മെഴുകുതിരികൾ ഉണ്ടാക്ക്. അവൾ ഒന്നും പറയാതെ കൊട്ട എടുത്തു വെച്ച് അബയുടെ കൂടെ മെഴുകുതിരികൾ ഉണ്ടാക്കുവാനായിരുന്നു. കാത്തി അവളെ നോക്കി.
എസ്തേറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൾ കണ്ടു. എൻ്റെ ദൈവമേ, എൻ്റെ എസ്തേറിന് പോകാൻ കഴിയണമേ. കാത്തി മനസ്സിൽ പ്രാർത്ഥിച്ചു. എസ്തേർ, അവളുടെ സാവത അവിടേക്ക് വന്നു. എന്താ സാവത? കുട്ടി ഇന്നലെ കൊണ്ടുവന്ന ഇലകൾ ഇന്നും കൊണ്ടുവരൂ. അതിൻ്റെ നീര് കുടിച്ചപ്പോൾ ഇന്നലെ നല്ല ആശ്വാസം ഉണ്ടായി. അത് കേട്ടപ്പോൾ എസ്തേറിന്റെ മുഖത്തുണ്ടായ ചിരി കാത്തി ശ്രദ്ധിച്ചു. എസ്തേർ അബ്ബയെ നോക്കി. പോയി വേഗം വരൂ. ശരിയബ്ബ. അവൾ കൊട്ടയെടുത്ത് വേഗം പുറത്തേക്കൂടി. ഹെബ്രോൻ കുന്നിന്റെ താഴ്വരയിൽ കാർ നിർത്തി ഇമ്മാനുവൽ ഇറങ്ങി. എസ്തേർ അപ്പുറത്ത് നിന്ന് കുന്നോടിക്കയറുവാൻ തുടങ്ങി. ഇപ്പുറം നിന്ന് ഇമ്മാനുവലും. കുന്ന് ഓടിക്കയറുന്നതിനിടയിൽ ഗൗണിൽ ചവിട്ടി എസ്തേർ വീണു. അവളുടെ കൈ ചരലിൽ ഉരഞ്ഞ് മുറിവായി. അവൾ വേഗം എഴുന്നേറ്റ് കുന്നിന്റെ മുകളിലെത്തിയതും ഇമ്മാനുവൽ എത്തിയതും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും കിതച്ചുകൊണ്ട് പരസ്പരം നോക്കി. ഇമ്മാനുവൽ അവളെ നോക്കി ചിരിച്ചു. ഇന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ സാവതയ്ക്ക് ഇലകൾ പറിക്കാൻ വന്നതാ. അവൾ താഴേക്ക് നടന്നു. പിന്നാലെ ഇമ്മാനുവലും. തനിക്കത് എത്തുകയില്ലല്ലോ. താങ്കൾ ഉണ്ടാകുമല്ലോ അത് പറിച്ചു തരാൻ. അവൾ ചിരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് കരുതി വന്നതാണ്. അപ്പോഴാണ് അവൻ അവളുടെ കയ്യിലെ രക്തം കണ്ടത്. എസ്തേർ, അവൻ വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. കയ്യിൽ രക്തം. അവൾ കയ്യിലേക്ക് നോക്കി. അതോ ഓടി വരുന്നതിനിടയിൽ ഗൗണിൽ ചവിട്ടി വീണു. വരൂ, മരുന്ന് വെച്ച് തരാം. അവൻ അവളുടെ കൈ പിടിച്ച് താഴേക്കിറങ്ങി. ഇല പൊട്ടിച്ച് തിരുമി അവളുടെ കയ്യിലെ മുറിവിൽ വെച്ചു കൊടുത്തു. കുറേ നേരമായോ താങ്കൾ വന്നിട്ട്? അവൾ ചോദിച്ചു. എന്തിനാ എന്നെ കാത്തിരിക്കുന്നത്? നിന്നെ ഞാൻ എൻ്റെ 7 ജന്മവും കാത്തിരിക്കും എസ്തേർ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഒന്നും പറഞ്ഞില്ല. ഇമ്മാനുവൽ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഞാൻ വരാനിറങ്ങിയപ്പോൾ അബ്ബയുടെ കൂടെ ഒരിടം വരെ പോകേണ്ടി വന്നു. എസ്തേർ വന്നു കാണുമോ, എനിക്കിനി കാണാൻ കഴിയില്ലേ എന്നെല്ലാം കരുതി ഓടി വന്നതാ. അവൻ പറഞ്ഞു. ഞാൻ വരില്ലെന്ന് കരുതിയതാ. പക്ഷേ എന്നെ കാണാതെ പോകില്ലെന്ന് പറഞ്ഞപ്പോൾ. അതെന്താ വരില്ലെന്ന്? ഒന്നുമില്ല, അവൾ പറഞ്ഞു. പറയൂ എസ്തേർ, ഒന്നിനും ഒരു കാരണവും ഇല്ലാതിരിക്കില്ല. ഇന്ന് വരില്ലെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അത് ഇമ്മാനുവൽ, എനിക്ക് താങ്കളെ കാണാതിരിക്കാനാകുന്നില്ല. അത് കേട്ടപ്പോൾ ഇമ്മാനുവലിന്റെ മുഖത്തെ ചിരി വിടർന്നു. എനിക്കും, ഇമ്മാനുവൽ പറഞ്ഞു. എസ്തേർ അവനെ നോക്കി. ഞാൻ പോവുകയാ ഇമ്മാനുവൽ. അവൾ തിരിഞ്ഞതും ഇമ്മാനുവൽ അവളുടെ കൈ പിടിച്ചു. എസ്തേർ, എനിക്ക് തുറന്നു പറച്ചിലുകളോടാണിഷ്ടം. അതാരോടായാലും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ അതുപോലെ തന്നെ പറയും. അതുകൊണ്ട് എസ്തേറിനോട് ഞാൻ തുറന്നു പറയുകയാണ്. എനിക്ക് എസ്തേറിനെ ഇഷ്ടമാണ്. നിന്റെ ഈ നക്ഷത്ര കണ്ണുകളോട് എനിക്ക് പ്രണയമാണ്. നിന്നെ കണ്ടതു മുതൽ എൻ്റെ ഹൃദയം ഇടിക്കുന്ന താളം പോലും എസ്തേർ എന്നാണ്. ഇമ്മാനുവൽ, ഞാൻ... വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ ഇഷ്ടമല്ലെന്ന് പറയാനാണെങ്കിൽ അതെനിക്ക് കേൾക്കാൻ കഴിയില്ല എസ്തേർ. ഈ ഇമ്മാനുവൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ പരിചയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അവർക്കൊന്നും നിന്നെ പോലെ എന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ നീ എന്നിൽ അലിഞ്ഞുപോയി എസ്തേർ. ഇനി നിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റുക എന്നത് ഒരിക്കലും സാധ്യമല്ല. ഒരിക്കലും. പറയൂ എസ്തേർ, ഞാൻ എന്തു വേണം? എസ്തേറിന് എന്തു പറയണമെന്നറിയാതെ അവൾ നിന്നു. പറയൂ എസ്തേർ, ഞാൻ നിന്നെ എങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റും? നിങ്ങൾ എന്നെ അടർത്തി മാറ്റിയാലും ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റും? അവൾ ചോദിച്ചു. ആദ്യ കാഴ്ചയിൽ ഒരാളോട് അനുരാഗം തോന്നുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇമ്മാനുവൽ, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സാമീപ്യത്തിനപ്പുറം പോകാൻ എനിക്ക് കഴിയുന്നില്ല. ഒന്നും, ഈ ലോകത്തൊന്നും എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾ, ഇമ്മാനുവൽ, നിങ്ങൾ മാത്രമാണ് എൻ്റെ ഉറക്കത്തെ കെടുത്തുന്നത്, എൻ്റെ ചിന്തകളെ ഭരിക്കുന്നത്. പക്ഷെ ഇമ്മാനുവൽ, ആ പക്ഷെ എന്തു തന്നെയായാലും എനിക്ക് കേൾക്കണ്ട എസ്തേർ. നിന്റെ നിഘണ്ടുവിൽ നിന്ന് പക്ഷെ എന്ന വാക്ക് എടുത്തു കളഞ്ഞേക്കൂ. ഇനി എന്തു തന്നെയായാലും നീ ഇന്നു മുതൽ ഇമ്മാനുവലിൻ്റേതാണ്, എൻ്റേത് മാത്രം. വായോ. അവൻ അവളുടെ കൈ പിടിച്ച് ആ കുന്നു കയറി. ഇരുട്ട് പടരുന്ന ആ ആകാശത്തെ നോക്കി കൈകൾ ഉയർത്തി. എന്നും നിലനിൽക്കുന്ന സത്യമായ ആകാശവും ഭൂമിയും എൻ്റെ പ്രാണവായുവും ദൂരെ എരിയുന്ന ആ അഗ്നിയും സാക്ഷിയായി
ഇമ്മാനുവൽ എന്ന ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എൻ്റെ ശ്വാസത്തിൻ്റെ അവസാന കണിക ശേഷിക്കുന്നതുവരെയും എസ്തേറിൻ്റേത് മാത്രമായിരിക്കും ഞാൻ. അതിനുശേഷം എൻ്റെ ആത്മാവ് നിലനിൽക്കുന്നിടത്തോളം ഞാൻ എസ്തേറിൻ്റെ മാത്രമായിരിക്കും. ഇത് ഇമ്മാനുവൽ ചെയ്യുന്ന സത്യം. ഇമ്മാനുവൽ ഉറക്കെ പറഞ്ഞു. ഇത് ഇമ്മാനുവൽ ഏതൻ ചെയ്യുന്ന സത്യം. അവൻ മനസ്സിൽ പറഞ്ഞു, എസ്തേർ എന്നും ഇമ്മാനുവലിൻ്റേത് മാത്രമായിരിക്കും. ഇതെൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാനും സത്യം ചെയ്യുന്നു. എസ്തേർ, ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇമ്മാനുവൽ പോക്കറ്റിൽ നിന്ന് ഒരു ചെപ്പെടുത്തു. അവൾ അതെന്തെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. അവൻ ആ ചെപ്പ് തുറന്ന് അതിൽ നിന്ന് നീലക്കല്ല് പതിപ്പിച്ചൊരു മോതിരമെടുത്തു. ആ ചെപ്പ് അവളുടെ കൊട്ടയിൽ വെച്ചു. ഇതെന്റെ ഈമയുടേതാണ്. ഈമ എന്നാൽ അമ്മ. ഈമ മരിക്കുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചതാണ്. എന്നെങ്കിലും നിനക്ക് പ്രിയപ്പെട്ട ഒരാളെ കാണുമ്പോൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അയാളെ ഞാൻ കണ്ടു. ഇതാ ഏൽപ്പിക്കുന്നു. അവൻ എസ്തേറിന്റെ കൈ പിടിച്ച് അവളുടെ വെളുത്ത നീണ്ട മോതിരവിരലിൽ അതണിയിച്ചു. എന്റെ സാവത പറഞ്ഞത് ശരിയാണ്. ഹെബ്രോൻ കുന്നിന്റെ മുകളിൽ നിന്ന് പൂർണ്ണ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന്. എസ്തേർ ചിരിച്ചു. സത്യമാണത്. ഇമ്മാനുവൽ ചിരിച്ചു. ഇമ്മാനുവൽ, ഞാൻ പോകട്ടെ, നേരം ഒരുപാടാകുന്നു. മരുന്നില പറിച്ചില്ലല്ലോ? ഇമ്മാനുവൽ ചോദിച്ചു. അയ്യോ, അത് ഞാൻ മറന്നുപോയിരിക്കുന്നു. വായോ. അവൻ കുന്നിന്റെ താഴേക്ക് പോയി. ഇമ്മാനുവൽ ഇലകൾ പറിച്ചു കൊടുത്തു. സാവതായ്ക്ക് ഇത്രയും നാൾ ചുമയ്ക്ക് കുറവില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നല്ലോണം കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോകട്ടെ ഇമ്മാനുവൽ. ഇനിയും നിന്നാൽ നാളെ അബ്ബ വിടില്ല. ഒറ്റയ്ക്ക് പോകുമോ? പോകും, എനിക്ക് പേടിയില്ല. എന്നാൽ ഞാൻ പോട്ടെ. ശരി. നാളെ വരുമോ? വരില്ല. അവൾ ചിരിച്ചു. ഞാനിവിടെ ഉണ്ടാകും. ഞാൻ പോവുക. അവൾ കുന്ന് കയറി പോകുന്നത് നോക്കി ഇമ്മാനുവൽ നിന്നു. കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ എസ്തേർ അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇമ്മാനുവൽ അവളെ നോക്കി കൈവീശി കാണിച്ചു. അവളും നിറഞ്ഞ ചിരിയോടെ എസ്തേർ ആ കുന്നിറങ്ങിപ്പോയി. ഇമ്മാനുവൽ കാറിനരികിലേക്കും. എസ്തേർ വഴിയിൽ വെച്ച് വിരലിലേക്ക് നോക്കി. വെട്ടിത്തിളങ്ങുന്ന ആ നീലക്കല്ല് പതിച്ച മോതിരത്തിലേക്ക് നോക്കി അവൾ ചിരിച്ചു. എന്റെ രാജകുമാരൻ വന്നു. ഇമ്മാനുവൽ ദൈവത്തിന് മാത്രമല്ല, ഈ എസ്തേറിനും പ്രിയപ്പെട്ടവനാണ്. എന്റേത് മാത്രം. അവൾ ആ മോതിര വിരലിൽ ചുംബിച്ചു. പെട്ടെന്ന് അവളുടെ മുഖം മാറി. ഈ മോതിരം അബ്ബയോ ഈമയോ കണ്ടാൽ എന്നോട് ക്ഷമിക്കൂ ഇമ്മാനുവൽ. അവൾ മോതിരം ഒരു ചെപ്പിൽ വെച്ച് അത് കൊട്ടയിൽ വെച്ചു. അതിനു മുകളിൽ മരുനിലകൾ വെച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി അവൾ ആദ്യം റൂമിലേക്ക് ചെന്ന് വേഗം ചെപ്പെടുത്ത് തന്റെ പെട്ടിയിൽ വെച്ചു. മരുനിലകൾ കൊണ്ടുചെന്ന് സാവതായ്ക്ക് കൊടുത്തു. എസ്തേർ. എന്താ സാവത? എന്താ വളരെ സന്തോഷത്തിലാണല്ലോ? അതെ സാവത. സന്തോഷം നമ്മുടെ ദൈവം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറയണം, ബലി കൊടുക്കണം. സാവത? അവൾ നിസ്സഹായതയോടെ വിളിച്ചു. വേണം കുട്ടി, ഇല്ലെങ്കിൽ ആ സന്തോഷം ദൈവം തിരികെ എടുക്കും. അത് കേട്ടപ്പോൾ എസ്തേറിന്റെ മുഖം മാറി. അവൾ മുറിയിലേക്ക് നടന്നു. സാവത പറഞ്ഞത് ശരിയാകുമോ? എന്റെ ഈ സന്തോഷം ദൈവം തിരിച്ചെടുക്കുമോ? എന്റെ ഇമ്മാനുവലിനെ എനിക്ക് നഷ്ടപ്പെടുമോ? ഇല്ല, ഞാനത് അനുവദിക്കില്ല. ഇമ്മാനുവൽ എന്റേതാണ്. ഞാൻ വിട്ടുകൊടുക്കില്ല, നഷ്ടപ്പെടുത്തില്ല. ക്യാത്തി! അവൾ ഉറക്കെ വിളിച്ചു. എസ്തേർ! അവൾ ഓടി വന്നു. ഉടനെ ബലിക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ പുരോഹിതനോട് പറയൂ, വേഗം തന്നെ. പെട്ടെന്ന്. ഞാൻ പറഞ്ഞതിന് മറുചോദ്യം വേണ്ട. എസ്തേർ അവളെ നോക്കി. ശരി എസ്തേർ. ക്യാത്തി വേഗം അവിടെ നിന്ന് പോയി. എനിക്ക് എന്റെ ഇമ്മാനുവലിനെ നഷ്ടപ്പെടുത്താനാകില്ല. അവൾ ബെഡിലേക്കിരുന്നു. മേലേക്ക് ഇന്ന് വളരെയധികം സന്തോഷത്തിലാണല്ലോ. രാജകുമാരിയോട് പറഞ്ഞുവോ? പറഞ്ഞു. എന്നിട്ട്? തോബിയാസ് ആകാംക്ഷയോട് ചോദിച്ചു. രാജകുമാരി എന്തു പറഞ്ഞു? രാജകുമാരി ഈ രാജകുമാരന്റെ മാത്രമാണ് തോബിയാസ്. അങ്ങനെ ഇമ്മാനുവൽ ഏതൻ തന്റെ രാജകുമാരിയെ കണ്ടെത്തി, സ്വന്തമാക്കി. അബ്ബയോട് പറയട്ടെ? തോബിയാസ് ചോദിച്ചു. വേണ്ട. അതെന്താ മീലേക്ക്? താങ്കൾക്കറിയില്ലേ ഇവിടുത്തെ നിയമങ്ങൾ? എന്റെ അബ്ബയാണ് ഇപ്പോഴും എല്ലാം നിയന്ത്രിക്കുന്നത്. അതിന് കാരണം ഈ ഏതൻ ഫാമിലിയിൽ ആണുങ്ങളില്ലാഞ്ഞിട്ടല്ല. ഞാൻ വിശുദ്ധനേതനായി ജനിച്ചതുകൊണ്ട് മാത്രം എല്ലാം അബ്ബയുടെ കാൽച്ചോട്ടിലായി. എന്റെ അബ്ബയ്ക്ക് എന്നെ നന്നായി അറിയാം.
അതുകൊണ്ട് തന്നെയാണ് നീയെല്ലാം നോക്കി നടത്തണമെന്ന് പറഞ്ഞിട്ടും അബ്ബ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് അബ്ബ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഏതൻ കുടുംബത്തിന്റെ അടിമയാണ്, രാജാവിന്റെ അധികാരമുള്ള അടിമ. സോ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞാൽ അബയുടെ കണക്കുകൂട്ടലുകൾ തെറ്റും. എന്തായാലും എന്റെ ഭാര്യയായി അബ ഒരു പണക്കാരിയെ കൊണ്ടുവരികയുള്ളൂ. എനിക്കതല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് എന്റെ മനസ്സിനെ ഇഷ്ടപ്പെട്ട ആളെയാണ്, എന്റെ എസ്തേറിനെ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞാൽ അബ എസ്തേറിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒന്നും അബ അറിയണ്ട. എന്റെ എസ്തേറിന് എന്തെങ്കിലും പറ്റിയാൽ ഈ ഇമ്മാനുവൽ ഏതന്റെ സൗമ്യതയെല്ലാം അങ്ങ് മാറും. മേലേക്ക്, അരുത്. അങ്ങയുടെ ചിന്തയെ ഒരിക്കലും വികാരങ്ങൾ ഭരിക്കരുത്. ഞാനും മനുഷ്യനാണ്. നിങ്ങളെല്ലാം കൂടി എന്തോ ഒരു പദവി എടുത്ത് തലയിൽ വെച്ച് തന്നിട്ട് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം വലിയ അടിമത്തമാണെന്നറിയാമോ? ഞാൻ ആദ്യമായി സ്വയം എടുത്ത തീരുമാനമാണ് എന്റെ എസ്തേർ. അതിൽ നിന്ന് ഞാൻ മാറില്ല. അതിന് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഈ ഏതൻ കുടുംബത്തെ ആണെങ്കിൽ ഞാൻ അത് ചെയ്യും. വല്ലപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് ഞാൻ കേൾക്കണ്ടേ തോബിയാസ്? ഇല്ലെങ്കിൽ ഞാനെന്ന മനുഷ്യൻ ജനിച്ചതിനും ജീവിച്ചതിനും ഒരർത്ഥമില്ലാതെയായി പോകും. അങ്ങയോട് വാദിച്ചു നിൽക്കാൻ ഈ അടിമയ്ക്കാകില്ല മേലേക്ക്. തോബിയാസ്, താങ്കളെ ഞാൻ ഒരിക്കലും അടിമയായി കണ്ടിട്ടില്ല. എനിക്ക് താങ്കൾ സഹോദര തുല്യനാണ് തോബിയാസ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കാവൽ വേണ്ട എന്ന് ഞാൻ പറയുന്നതും. ജനിച്ചാൽ ഏത് ജീവിയും ഒരിക്കൽ മരിക്കും. എന്റെ മരണം ഒരു കറുത്ത യഹൂദന്റെ കൈകൊണ്ടാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ താങ്കൾക്കാകില്ലല്ലോ. അരുത് മേലേക്ക്, അങ്ങനെ പറയരുത്. ഞാൻ അങ്ങയുടെ അബ്ബയോട് പറയുന്നില്ല. എങ്കിൽ താങ്കൾ പോയി ഉറങ്ങൂ തോബിയാസ്. റെസ്റ്റ് എടുക്കൂ, ഞാനും ഉറങ്ങട്ടെ. അവിടുന്നാണ് ഇമ്മാനുവൽ ഏതന്റെയും എസ്തേറിന്റെയും പ്രണയം തുടങ്ങുന്നത്. ഹെബ്രോൻ കുന്ന് താഴ്വരയും മരുന്ന് ചെടികളും അവരുടെ കൂടിക്കാഴ്ചകൾക്കും സന്തോഷങ്ങൾക്കും സാക്ഷികളായി. ഒരാൾ നഷ്ടപ്പെടാതിരിക്കാനും മറ്റൊരാൾ ആത്മാർത്ഥമായ പ്രണയത്തിനു വേണ്ടി തങ്ങൾ ആരാണെന്ന് സത്യങ്ങൾ മൂടിവെച്ചു. അവർ കണ്ടുമുട്ടുമ്പോൾ ആ ലോകത്ത് എസ്തേറും ഇമ്മാനുവലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതനും ഇരുണ്ട ഭൂമിയും ഇല്ലായിരുന്നു. അവരുടെ സന്തോഷങ്ങളും ഭാവി ജീവിതത്തിന്റെ സ്വപ്നങ്ങളും മാത്രമായിരുന്നു അവർക്കിടയിൽ. അങ്ങനെയിരിക്കെ കച്ചവടത്തിന്റെ ആവശ്യത്തിനായി ഇമ്മാനുവലിന് ജെറുസലേമിലേക്ക് പോകേണ്ടി വന്നു. വിശുദ്ധ ഏതന്റെ ബലി കൊടുക്കുക എന്നാൽ നമ്മൾ സാത്താന്റെ പ്രീതി ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എസ്തേറിന്റെ അബ്ബ പടയാളികളോട് പറയുന്നത് എസ്തേർ കേട്ടു. അവനിപ്പോൾ ജെറുസലേമിലുണ്ടെന്നറിഞ്ഞു. അവനെ കണ്ടുപിടിച്ച് ജീവനോടെ കൊണ്ടുവരിക. ജെറുസലേം എന്ന് കേട്ടപ്പോൾ ഇമ്മാനുവൽ ജെറുസലേമിൽ പോയത് അവൾ ഓർത്തു. എന്റെ ദൈവമേ, എന്റെ ഇമ്മാനുവലിനെ കാവലായിരിക്കണമേ. തന്റെ അബ്ബയുടെ പടയാളികൾ പോയിരിക്കുന്നത് അവളുടെ ഇമ്മാനുവലിനെ തേടിയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. രാത്രി ഇരുണ്ട ഭൂമിയിലെ പടയാളികൾ ഇമ്മാനുവൽ താമസിക്കുന്ന ബംഗ്ലാവ് കണ്ടെത്തി അതിനെ വളഞ്ഞു. ഇമ്മാനുവൽ ആ ബംഗ്ലാവിൽ ഒറ്റയ്ക്കായിരുന്നു. ഇമ്മാനുവൽ ഹാളിൽ ഒരു ചാരുകസേരയിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് അവൻ അറിഞ്ഞു. ഇമ്മാനുവൽ ബുക്കിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവിടേക്കും ഇവിടേക്കും കൃഷ്ണമണികൾ ചലിപ്പിച്ചു. കരിയിലകൾ ഞെരുങ്ങുന്ന ശബ്ദം അവൻ വ്യക്തമായി കേട്ടു. ഇമ്മാനുവൽ എഴുന്നേറ്റ് ബുക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു ചെറിയ വട്ടമേശയുടെ മുകളിൽ വെച്ച് ജനലിന്റെ അടുത്തേക്ക് വന്ന് കർട്ടൻ മെല്ലെ മാറ്റി ആ ചില്ലു ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഇവിടെ നിന്ന് വരുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെയും ഗാർഡനിലെ വെളിച്ചത്തിന്റെയും സഹായത്തിൽ ആരൊക്കെയോ മറഞ്ഞു നിൽക്കുന്നത് ഇമ്മാനുവൽ കണ്ടു. ഇമ്മാനുവലിനെ തന്റെ പടയാളികൾ വളഞ്ഞതറിയാതെ അവൻ കൊടുത്ത മോതിരവും വിരലിലിട്ട് എസ്തേർ ഉറക്കമായിരുന്നു. ഇമ്മാനുവൽ കർട്ടൻ നേരെയിട്ട് കസേരയിൽ വന്നിരുന്ന് ബുക്ക് എടുത്തു തുറന്നു. മുകളിലെ നിലയിൽ കാൽപ്പെരുമാറ്റങ്ങൾ ഇമ്മാനുവൽ അറിയുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ് പടയാളികൾ പൊടുന്നനെ കോണിപ്പടികൾ ചാടിയിറങ്ങി വന്നപ്പോൾ ചാരുകസേര മാത്രമേ കണ്ടുള്ളൂ. അവർ ചുറ്റും നോക്കി. ഇമ്മാനുവൽ ഒരു സിഗരറ്റ് കൊളുത്തിക്കൊണ്ട് അവർക്ക് മുന്നിൽ വന്നു നിന്നു. എന്നെ പിടിച്ചുകൊണ്ടു പോകാൻ വന്ന ഇരുണ്ട ഭൂമിയിലെ പടയാളികൾ അല്ലേ? അവൻ ചിരിച്ചു. അവർ പരസ്പരം നോക്കി. നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വിശുദ്ധ ഏതനായി ജനിച്ചത് എന്റെ തെറ്റല്ല. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് പ്രീതി തോന്നുവാൻ എന്റെ രക്തം നൽകണമെന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത് സഹോദരങ്ങളെ? ഇമ്മാനുവൽ പറഞ്ഞു. നിന്റെ ദൈവം ഞങ്ങളെ നശിപ്പിക്കുന്നതിൽ എന്ത് നീതിയാണുള്ളത്? നിന്റെ വംശം, നിന്റെ ജനങ്ങൾ ഞങ്ങളെ അടിച്ചമർത്തുന്നതിൽ നീ നീതി കാണുന്നുണ്ടോ? അതിലൊരാൾ ചോദിച്ചു. ഇല്ല, ഒരിക്കലും അതിൽ നീതിയില്ല. ഉയർന്ന വംശത്തിന്റെ അസഹിഷ്ണുത മാത്രമാണതിൽ. ഞാൻ വിശുദ്ധ ഏതൻ നിങ്ങളെ ഒരിക്കലും അടിച്ചമർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എന്റെ ജനങ്ങളെ ബലി കൊടുക്കുന്നത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കാം, പക്ഷേ അത് നിന്റെ രക്തം വീണതിന് ശേഷം മാത്രം.
ഒരാൾ അവന് നേരെ ഓടിച്ചെന്നതും ഇമ്മാനുവൽ അവന്റെ കാലിൽ പിടിച്ച് നിലത്തേക്കടിച്ച് നേരെ നിന്ന് മറ്റുള്ളവരെ നോക്കി. എന്റെ ദൈവം ഒരിക്കലും അക്രമത്തിന്റെ പാത പറഞ്ഞു തന്നിട്ടില്ല. എന്റെ ജനങ്ങൾ എന്നെ കാണുന്നത് അവരുടെ ദൈവത്തിന്റെ പ്രതിപുരുഷനായാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അക്രമത്തിന്റെ പാത വെടിഞ്ഞ് സമാധാനത്തിൽ സംസാരിച്ചത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ വിശുദ്ധ ഏതൻ എന്ന പദവി ഞാൻ മാറ്റിവെക്കുന്നു. വരൂ സാത്താന്റെ സന്തതികളെ, എന്റെ ഒരു തുള്ളി രക്തം ഈ ജെറുസലേം മണ്ണിൽ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യേ. ഇമ്മാനുവൽ അവരെ വെല്ലുവിളിച്ചു. നിങ്ങളുടെ മരണത്തിന്റെയും മോക്ഷത്തിന്റെയും സമയം എത്തിയിരിക്കുന്നു. ഇമ്മാനുവൽ! എസ്തേർ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. അവൾ ചുറ്റും നോക്കിയപ്പോഴാണ് താൻ സ്വപ്നം കണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ വിരലിലെ മോതിരത്തിൽ ചുംബിച്ച് ബെഡിൽ കിടന്നു. ദൈവമേ, എന്റെ ഇമ്മാനുവലിന് കാവലായിരിക്കണമേ, അവൾ പ്രാർത്ഥിച്ചു. ഇരുണ്ട ഭൂമിയിൽ നിന്ന് വന്ന പടയാളികളിലെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയ ശേഷം ഇമ്മാനുവൽ ഒരു തുണിയെടുത്ത് തന്റെ കയ്യിലെ രക്തം തുടച്ചു കളഞ്ഞു. ദൈവം നിങ്ങളുടെ ആത്മാക്കൾക്ക് നല്ല വഴി കാണിക്കട്ടെ, അവൻ പ്രാർത്ഥിച്ചു. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർത്ത് ഇമ്മാനുവൽ തിരിച്ചെത്തിയ നാളിൽ തന്നെയാണ് പടയാളികൾ കൊല്ലപ്പെട്ട കാര്യം എസ്തേർ അറിഞ്ഞത്. ഇത്രയും അഭ്യാസികളായ നമ്മുടെ പടയാളികളെയെല്ലാം ഒറ്റയ്ക്ക് കൊല്ലുവാൻ ശക്തിയുള്ള ആളാണോ വിശുദ്ധ ഏതൻ? കാത്തി വിശ്വാസം വരാതെ ചോദിച്ചു. ഏതൻ കുടുംബം നമ്മുടെ ശത്രുക്കളാണ് കാത്തി, നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടവർ. എന്നിട്ട് ഈ ലോകത്തിന്റെ നിറങ്ങളെല്ലാം സ്വന്തമാക്കിയവർ. അവർ നമ്മുടെ ബദ്ധശത്രുക്കളാണ്. എന്നെങ്കിലും വിശുദ്ധ ഏതന്റെ രക്തം എസ്തേറിന് സ്വന്തമായിരിക്കും. അവൾ അവളുടെ ഉള്ളം കൈയിലേക്ക് നോക്കി പറഞ്ഞു.